കാവിക്കൂട്ട് കത്തുന്നോ എന്നുള്ളതാണ് ചോദ്യം. കത്തുന്നുണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും RSSും BJPയും ജനസംഘവുമായിട്ടൊക്കെയുള്ള നേരത്തെയുള്ള സഹകരണം അതിങ്ങനെ തുടരെ ഈ കാലത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ വിനോദമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാലത്തേക്ക് വരാതെ പഴയ കാലത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ നമുക്ക് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടി ഏതായിരുന്നു? കോൺഗ്രസ് ആയിരുന്നു. അന്ന് കോൺഗ്രസിനെതിരെ സോഷ്യലിസ്റ്റ് പാർട്ടികളും അതോടൊപ്പം തന്നെ ഇടത് പാർട്ടികളും ഒക്കെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അത് അക്കാലത്തെ രാഷ്ട്രീയ ശരിയായിരുന്നു എന്നുള്ളതാണ്. ഇനി അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഈ പറയുന്ന എത്ര അളവിൽ ഈ പറയുന്ന ഈ ജനസംഘവുമായി സഹകരിക്കാം എന്നുള്ള കാര്യത്തിൽ തർക്കമുയർന്നതിനെ തുടർന്നാണ് അന്നത്തെ CPM ജനറൽ സെക്രട്ടറി സുന്ദരയ്യ പാർട്ടി വിട്ടത്, അല്ലേ? അപ്പോൾ അതിനുശേഷം VP സിംഗുമായി ബന്ധപ്പെട്ട് VP സിംഗിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ BJPയും ഇടതു പാർട്ടികളും ഒക്കെ രംഗത്ത് വരികയാണ്. അത് അന്നത്തെ രാഷ്ട്രീയ ശരിയായിരുന്നു. അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അതായിരുന്നു ശരി. അടിയന്തരാവസ്ഥയായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ തെറ്റ് എന്നുള്ളത്. ആ രാഷ്ട്രീയ തെറ്റിനെതിരെ ഒരുമിക്കുകയാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. അതിന്റെ തുടർച്ചയാണ് VP സിംഗ് സർക്കാരിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനർത്ഥം EMSും ഹർകിഷൻ സിംഗ് സുർജിത്തും ഒക്കെ RSSനെ അന്ധമായി പിന്തുണയ്ക്കുന്നു എന്നല്ലല്ലോ. അവർക്കൊക്കെ അവരുടേതായ രാഷ്ട്രീയ നിലപാട്, ഇടത് നിലപാടിൽ ഉറച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ചരിത്രത്തിൽ തിരഞ്ഞുകൊണ്ട് അന്ന് നിങ്ങൾ അത് ചെയ്തില്ലേ, അന്ന് നിങ്ങൾ അത്തരത്തിൽ സംഘം ചേർന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ, സഖ്യത്തിൽ ഏർപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയമായി ചരിത്രത്തെ നിരാകരിക്കലാണ്. ആ ചരിത്രത്തിലെ ആ സത്യം അത് അവിടെ തന്നെ നിൽക്കുന്നു. പക്ഷെ നമ്മൾ ഇന്നിലേക്കാണ് വരേണ്ടത്, വർത്തമാനകാലത്തിലേക്കാണ് വരേണ്ടത്. അപ്പോൾ വർത്തമാനകാലത്തിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് പറയുകയാണ് ഇവിടെ ഡീൽ നടക്കുന്നു എന്ന്. അങ്ങനെ ഡീൽ നടക്കുന്നു എന്ന് പറയുന്നതിൽ ചില ഉദാഹരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ BJP തുടർച്ചയായി നല്ല രീതിയിൽ വോട്ട് പിടിക്കുന്ന മണ്ഡലങ്ങളിൽ, നല്ല രീതിയിൽ എന്ന് വെച്ചാൽ അവർക്ക് വിജയസാധ്യതയുള്ള A ക്ലാസ് എന്ന് പോലും കരുതാവുന്ന ചില മണ്ഡലങ്ങളിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കിയ മണ്ഡലങ്ങളിൽ അവർ മത്സരിക്കുന്നില്ല എന്നതൊരു ചോദ്യമായി ഉന്നയിക്കേണ്ടേ? ആ ചോദ്യം ഉന്നയിക്കാൻ എന്തുകൊണ്ടാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മടിക്കുന്നത്? ഒരു മിനിറ്റ്, ഞാൻ പറയാം. ലെറ്റ് മീ കംപ്ലീറ്റ്. BJP മത്സരിക്കുന്നില്ല. BJP നല്ല ശക്തമായ പ്രകടനം കാഴ്ചവെച്ച ഇടങ്ങളിൽ BJP മത്സരിക്കാതെ അത് ഈ പറയുന്ന ഇന്ത്യയിലെ മറ്റ് സഖ്യകക്ഷികൾക്ക് നൽകിയാണ്. 2020 നൽകിയാണ് തൃപ്പൂണിത്തറ. അതൊക്കെ സംശയകരമായ ഒരു സാഹചര്യം തന്നെയാണ്. അത് ചോദിക്കണ്ടേ? അത് കോൺഗ്രസ് ചോദിക്കുന്നു. ആ ചോദ്യം എന്തുകൊണ്ടാണ് CPM-ന് ഇല്ലാത്തത്? ആ ചോദ്യം CPM-ന് ഇല്ലാത്ത ആകുമ്പോൾ ഞാൻ പൂർത്തിയാക്കട്ടെ. സുനിൽ, ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ. ഞാൻ CPM-നോട് ചോദിക്കുന്നല്ല പറഞ്ഞത്. ഞാൻ ആദ്യം പറയട്ടെ. ഞാൻ പറഞ്ഞത് BJP-യോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ BJP അതിന് മറുപടി പറയുന്നില്ല. CPM-ന് അങ്ങനെ ഒരു ചോദ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. CPM-ന് അങ്ങനെ ഒരു ചോദ്യമില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥിയില്ല എന്ന ചോദ്യം CPM ചോദിക്കുന്നത്, കോൺഗ്രസ് ചോദിക്കുന്നു. അവിടെയാണ് അവർ തമ്മിൽ ഐക്യമുണ്ടോ എന്ന സംശയം ഉയരുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉയരുമ്പോൾ ആ ചോദ്യത്തിനല്ലേ മറുപടി വേണ്ടത്? ആ ചോദ്യം മറുപടി വരുന്നില്ല. മനസ്സിലാവുന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ ചോദിച്ചത് എന്താണ്? CPM 2020 കൊടുക്കാൻ BJP തീരുമാനിക്കുമ്പോ മറ്റൊരു പാർട്ടി എങ്ങനെ NDAയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുക? താങ്കൾ എങ്ങനെ താങ്കളുടെ നിഷ്കളങ്കമായ ബുദ്ധിയിൽ അങ്ങയുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഞാൻ എന്റെ പൂർത്തിയാക്കട്ടെ. ഒരു രാഷ്ട്രീയ ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട്, നിങ്ങൾക്ക് നല്ല മുന്നേറ്റമുള്ള, നിങ്ങൾ നേട്ടമുണ്ടാക്കിയ, നിങ്ങൾ അധികാരത്തിലിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അധികാരത്തിലിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയില്ല എന്ന ചോദ്യം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്നേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു സഖ്യമുണ്ടെന്നേ. അങ്ങനെ സംശയിക്കാം. അങ്ങനെ സംശയിക്കുമ്പോൾ അതിന് മറുപടിയാണ് വേണ്ടത്. ആ മറുപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം. അപ്പോൾ അതിൽ മറുപടി ഉണ്ടായിട്ടില്ല. അത് 5 എന്ന് പറയുന്നു, പിന്നെ 10 എന്ന് പറയുന്നു, പിന്നെ 14 എന്ന് പറയുന്നു. മണ്ഡലങ്ങളുടെ കാര്യത്തിലൊക്കെ പലയിടത്തും ഏറ്റക്കുറച്ചിലുണ്ട്. അതിനൊന്നും കൃത്യമായ മറുപടി അതായത് ഈ ചോദ്യത്തിന് ഈ ഉത്തരം എന്ന രൂപത്തിൽ ആ മറുപടി ഉണ്ടായിട്ടില്ല. അത് ഞാൻ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന മറുപടിയിലും ഇപ്പോൾ വന്നിരിക്കുന്ന മറുപടിയിലും അതല്ല, ചരിത്രത്തിലേക്ക് തിരയിലാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അത് CPM-ന് അനുകൂലമായ കാര്യമാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. ബാക്കി ഞാൻ പറഞ്ഞോട്ടെ.
പ്ലീസ്. മലമ്പുഴയിലും ബാക്കി ഞാൻ പറഞ്ഞോട്ടെ. CPM-ന് അനുകൂലമായ കാര്യമാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞില്ല. അതുകൊണ്ട് ബാക്കി ഞാൻ പറഞ്ഞോട്ടെ. മലമ്പുഴയിൽ മത്സരിക്കണ്ടേ ഇപ്പൊ കോൺഗ്രസ്? മത്സരിക്കണ്ടേ? അല്ല, മലമ്പുഴയിൽ കോൺഗ്രസ് മത്സരിക്കണ്ടേ? മലമ്പുഴയിൽ ഞാൻ ചോദിക്കുന്നത് BJP-ക്ക് സ്ഥാനാർത്ഥിയില്ലാത്തതിനെ കുറിച്ചാണ് സഖാവേ. അങ്ങേക്ക് എന്താണ് ഇത്ര വിഷമം? BJP-ക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തതിനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് വേദന? BJP-ക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് വേദന? അങ്ങയുടെ വേദന എന്താണ്? അങ്ങയുടെ വേദന എന്താണ്? ഒരു കാര്യം ഇല്ല, ഒറ്റ കാര്യം, ലളിതമായ ഉത്തരമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത് സുരേഷ് കോൺഗ്രസ് നോക്കൂ, കോൺഗ്രസിലേക്ക് വന്ന ഒരാളാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമ്പോൾ കോൺഗ്രസ് മലമ്പുഴയിൽ മത്സരിക്കേണ്ട, അവിടെ BJP ശക്തമായ ഇടങ്ങളിൽ മത്സരിക്കേണ്ടതല്ല. BJP ശക്തമായ ഇടങ്ങളിൽ മത്സരിക്കേണ്ട എന്നുള്ളതല്ല രാഷ്ട്രീയമായ നല്ല നിലപാട് എന്നുള്ളത്. BJP എന്തുകൊണ്ട് BJP ശക്തമായ ഇടങ്ങളിൽ മത്സരിക്കുന്നില്ല എന്ന ചോദ്യം CPM-ൽ നിന്ന് വരുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നിട്ടൊന്നുമല്ലോ നിങ്ങൾ ഇപ്പോൾ ഇതിനെ ഖണ്ഡിക്കുന്നത്. നിങ്ങളുടെ തന്ത്രമാണിത്. എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കൂ പ്ലീസ്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നു. പറയട്ടെ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസാരിച്ചപ്പോൾ എനിക്കെതിരെ അഭിപ്രായം ഉണ്ടായിട്ട് ഞാൻ മിണ്ടിയിട്ടില്ല. ചർച്ചയിൽ മര്യാദ പാലിക്കണം പ്ലീസ്. ചർച്ചയിലെ മര്യാദ പാലിക്കൂ പ്ലീസ്. അങ്ങ് സംസാരിക്കുമ്പോൾ എനിക്ക് അതിരഭിപ്രായം ഞാൻ മിണ്ടിയിട്ടില്ല പ്ലീസ്. ഇതൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞതിന് ശേഷം അങ്ങ് ചോദിച്ചോളൂ. ഞാൻ പറയട്ടെ. ഇനി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമസഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളായിരുന്ന 3 പേരാണ് ഇപ്പോൾ BJP-യിലേക്ക് പോകുന്നത് ഇടതുപക്ഷത്തിൽ നിന്ന്. ഒന്ന് CC മുകുന്ദൻ, CPI-യുടെ MLA ആയിരുന്നു. അടുത്തത് S രാജേന്ദ്രൻ, CPM-ന്റെ MLA ആയിരുന്നു. അടുത്തത് അജിത്ത്, മുൻ MLA ആണ്. അദ്ദേഹം CPI-യുടെ ആണ്. അദ്ദേഹം BJP-യിലേക്ക് പോയി. പിന്നെ വേറൊരു തമാശയുണ്ട് കേട്ടോ. വർക്കലയിൽ VS ജോയുടെ പത്രികാ സമർപ്പണത്തിന് കൂടെ അങ്ങോട്ട് ഒരുമിച്ച് പോയിരുന്ന ഒരു വനിതാ നേതാവ്, പുഷ്പ എന്നാണ് അവരുടെ പേര്. അവരാണിപ്പോൾ വർക്കലയിലെ BJP സ്ഥാനാർത്ഥി. അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ സ്ഥാനാർത്ഥിത്വം, BJP-യുടെ സ്ഥാനാർത്ഥി. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കോൺഗ്രസിൽ നിന്ന് ഇഷ്ടം പോലെ പോകുന്നുണ്ടെന്നേ ഞാൻ പറയുന്നത്. CPM-ൽ നിന്നും സ്വാഭാവികമായി ഒരു സാധനം പൂർത്തിയാക്കാൻ സമ്മതിക്കേ. സ്മൃതിയുടെ പറയുന്നതിന് ലോജിക്ക് പ്രശ്നമില്ല. എന്റെ ലോജിക്കിലാണ് ഒരു വാചകം പൂർത്തിയാക്കാൻ സമ്മതിക്കാൻ ഞാൻ ഇറങ്ങി പോവാണ്. സീരിയസ്ലി ഇത് ശരിയല്ല. അല്ലാതെ ശരിയല്ല. സംസാരിക്കാൻ നിങ്ങൾ പറഞ്ഞു ഞാൻ പോവാ. പാരഗ്രാഫ് വെച്ചിട്ടില്ല. എന്റെ പോയിന്റ് അത് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത എന്താ? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ എനിക്ക് ഇടയ്ക്ക് മുറിയുമ്പോൾ എനിക്കത് പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റും. ഇത് ശരിയല്ല കേട്ടോ. ഇത് ശരിയായ രീതിയല്ല. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കോൺഗ്രസ് നിന്ന് BJP-യിലേക്ക് പോകുന്നുള്ളത് ഒരു പുതുമയില്ലെന്നേ. പോകുന്നുണ്ട്. അത് നമ്മൾ എത്ര തവണയെ ചർച്ച ചെയ്തു. മറ്റു സംസ്ഥാനങ്ങളിൽ പോകുന്നു, ഇവിടെയും പോയിട്ടുണ്ട്. ശരിയാണ്. ഞാൻ പറയുന്നത് CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുന്നില്ല. CPM ആണല്ലോ BJP-ക്കെതിരെ എന്ന് ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ CPM-ൽ നിന്ന് ഒരു മടിയുമില്ലാതെ നേരെ BJP-യിലേക്ക് പോകുന്നവരുണ്ട്. ആ രൂപത്തിലേക്ക് ചിലരെങ്കിലും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനർത്ഥം CPM പൂർണ്ണമായും BJP-ക്ക് അടിയറ വെച്ചതൊന്നും ഞാൻ അഭിപ്രായപ്പെട്ടില്ല. ഞാൻ തുടക്കത്തിൽ എന്താണ് പറഞ്ഞത്? CPM-ന് അനുകൂലമായ കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ടും എന്നെ പൂർത്തിയാക്കാൻ നിങ്ങൾ സമ്മതിക്കാത്ത എന്താണ്? അതെന്ത് മര്യാദയാണ്? ഇനി ബാക്കി ഞാൻ പറയട്ടെ. ഇനി 2-3 പ്രതിപക്ഷ പാർട്ടികളാണല്ലോ ഇവിടെ ശക്തമായുള്ളത്. പ്രതിപക്ഷ പാർട്ടികൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇടത് പാർട്ടി, ഇവിടെ ഇടത് മുന്നണി, അപ്പുറത്ത് തൃണമൂൽ കോൺഗ്രസ് ആണ് ബംഗാളിലുള്ളത്. പിന്നെ ശക്തമായി പ്രതികരിക്കുന്ന ഒന്ന് DMK ആണ് തമിഴ്നാട്ടിൽ. അപ്പോൾ ഇവരൊക്കെ പ്രതികരിക്കുമ്പോൾ BJPയെ പ്രതിരോധിക്കാൻ ആരാണ് ശക്തമായി പ്രതികരിക്കുന്നത്? നമുക്കറിയാം SIR-ന്റെ കാര്യത്തിൽ ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്നത് മമതാ ബാനർജിയാണ്. അത് നമ്മൾ കാണാത്ത രൂപത്തിലുള്ള പ്രതിരോധവും പ്രതിഷേധവും അവരൊക്കെ എന്താ പറയുക, നിലനിൽപ്പ് പോലും ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ ആ രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. കോടതിയിൽ പോയി വാദിക്കാൻ നിന്നിട്ടുണ്ട് SIR-ൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശബ്ദരാക്കാവുന്ന രീതിയിൽ പ്രതികരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി തമിഴ്നാട്ടിലാവട്ടെ, സംസ്ഥാനത്തിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട് DMK സ്റ്റാലിൻ അതിശക്തമായി പ്രതികരിക്കുന്നുണ്ട്, അതിശക്തമായ പ്രതിരോധം കാഴ്ചവെക്കുന്നുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെയും പ്രതിരോധമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലായിരിക്കും, അതല്ലെങ്കിൽ നിയമപരമായിട്ടായിരിക്കും. അതല്ലാതെ ഞാൻ പറയുന്ന വാചകം നിങ്ങൾ എടുത്തു വെച്ചോളൂ. നരേന്ദ്രമോദിക്കെതിരെ എന്നൊരു വാചകം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഈ 10 വർഷത്തിൽ ഞാൻ കേട്ടിട്ടില്ല. മോദി എന്ന വാക്ക്, മോദി എന്ന പേര് പറയുന്ന കേട്ടിട്ടുണ്ടോ? ഇല്ല. മോദി എന്ന പേര് നരേന്ദ്രമോദിക്കെതിരെ എന്ന പ്രതികരണം മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ സംഘപരിവാറിനെതിരെ എന്ന് പറഞ്ഞിട്ടുള്ള പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദിക്കെതിരെ ഒരു വാക്ക് പറയുന്നില്ല. ഞാനിത് പറയാൻ പ്രത്യേക കാരണം ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞ പ്രതികരണങ്ങളുണ്ടല്ലോ. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത നേതാവ്, കണ്ടും കൊണ്ടും പഠിച്ച നേതാവാണെന്നേ.
കണ്ടും കൊണ്ടും പഠിച്ച നേതാവാണ്. 10 വർഷം തോറ്റ് പരാജയത്തിന്റെ കയ്പ് നീർ കുടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് തെക്ക് നിന്ന് വടക്കോട്ട് 2 തവണ സഞ്ചരിച്ച നേതാവാണ്. ആ നേതാവ് ജനങ്ങളെ കണ്ട്, ജനങ്ങളെ കേട്ട്, ജനങ്ങളുടെ പ്രതികരണം കേട്ട്, ജനങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോയ രാഹുൽ ഗാന്ധിയാണ്. അയാളെ ഒരു വിഡ്ഢി എന്ന രൂപത്തിൽ പ്രതികരിക്കുന്നത് വളരെ മോശമായി പോയി. ദുർബലനായ രാഷ്ട്രീയ നേതാവാണത്രേ. ഒരു പ്രാദേശിക നേതാവിന്റെ ഗുണം പോലും ഇല്ലത്രേ. എന്ത് പ്രതികരണമാണെന്നേ! ഇതൊരു വ്യക്തിവിരോധത്തിന്റെ ലെവലിലേക്ക് താഴ്ന്ന പ്രതികരണമായി പോയില്ലേ? ഇങ്ങനെയുള്ള പ്രതികരണം നടത്തുമ്പോൾ, അതായത് കൊണ്ടാലും പഠിക്കാത്ത നേതാവ് കാര്യങ്ങൾ പഠിക്കാതെ പ്രതികരിക്കുന്ന നേതാവെന്നാണ് പറയുന്നത്. കാര്യങ്ങൾ പഠിക്കാതെയാണോ രാഹുൽ ഗാന്ധി ഇവിടെ വോട്ട് ചോരിയെ കുറിച്ച് പ്രതികരിച്ചത്? വോട്ട് ചോരിയുടെ പഠിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്, ഈ രാജ്യത്തോട് വിശദീകരിച്ചത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെള്ളം കുടിച്ചത് നമ്മളിവിടെ തത്സമയം കൊടുക്കുകയും നമ്മൾ ചർച്ച നടത്തുകയും രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്താണ്. ഇനി മാറ്റി പറയരുത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? പാർലമെന്റിൽ പോയി ഇത് വിശദീകരിച്ചിട്ടില്ല. ശരിയാണ്, അത്തരം ചില കുഴപ്പങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. പാർലമെന്റിൽ അതിൽ വിശദീകരിക്കേണ്ട സമയത്ത് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ സുനിൽ, എന്റെ പോയിന്റ് പറയട്ടെ. രാഹുൽ ഗാന്ധി അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നതോട് ജനങ്ങളോടാണ്. രാഹുൽ ഗാന്ധി പാർലമെന്റ് സമ്മേളനം പൂർണ്ണമായി തടസ്സപ്പെടുത്തിയ ശേഷം അതെ, പൂർണ്ണമായി തടസ്സപ്പെടുത്തി പങ്കെടുക്കാനായി പാർലമെന്റിൽ വന്നിട്ട് ഒരു അക്ഷരം പറയാതെ വെറുതെ ഈ 2 വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പോയിന്റ് പോലും പാർലമെന്റിൽ പറയാതെ തുടങ്ങി രാഹുൽ ഗാന്ധി. നിങ്ങൾക്ക് പാർലമെന്റിൽ നോക്കൂ, പാർലമെന്റ് പുറത്ത് ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ മിനിറ്റ്, ഇത് അങ്ങ് പറയുന്നത് ഭാഗ്യമായി ശരിയാണ്. പക്ഷേ പാർലമെന്റിൽ സംസാരിക്കാത്ത പ്രധാനമന്ത്രിയെ കുറിച്ച് ഈ വിഷമമൊന്നും ഇല്ലല്ലോ. പാർലമെന്റിൽ സംസാരിക്കാത്ത, ഈ ടെലിപ്രോംപ്റ്റർ സഹായമില്ലാതെ പ്രസംഗിക്കാൻ അറിയാത്ത, കാര്യങ്ങൾ പഠിക്കാതെ സംസാരിക്കാൻ അറിയാത്ത, അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണാത്ത മോദിയെക്കുറിച്ച് ഈ പരാതി ഇല്ലല്ലോ. എന്നിട്ട് കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാത്ത ഗുണമില്ലാത്ത നേതാവത്രേ. അപ്പോൾ ഈ ശൗര്യവും ഈ വീര്യവും ആർക്ക് വേണ്ടിയാണെന്ന് സംശയിക്കാം. അത് സംശയിക്കുന്നത് ഈ കാവിക്കൂട്ടാണെന്നുള്ളതാണ്. ഇനി എന്താണ് ഈ പറയുന്ന വികസനത്തെ കുറിച്ച്, നിങ്ങൾ നടപ്പാക്കി എന്ന് പറയുന്ന വികസനത്തെ കുറിച്ച് എന്തിനാണ് ഇവിടെ പ്രതിപക്ഷം സംസാരിക്കുന്നത്? നിങ്ങൾ പറയുന്നേ, നിങ്ങൾക്ക് എന്താ വികസനം പറയാൻ പറ്റാത്ത? നിങ്ങൾ എന്തിനാ ഈ അജണ്ടയിൽ വീഴുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ കാവിക്കുട്ടിന്റെ അജണ്ടയിൽ വീഴുന്നത്? നിങ്ങൾ എന്തിനാ ദിവസം മനസ്സിലാക്കട്ടെ. ഡീൽ എന്ന് പറയുന്നത് ഡീൽ ഏത് മുറിയിൽ വെച്ചിട്ടാണെന്ന്. അതെ ശരി, ഇവിടെ ബി ജെ പിയുമായിട്ട് ചർച്ച നടത്തി. ശരി, അവിടെ കണ്ണൂരിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള ചർച്ചയായിരുന്നു. ആ ചർച്ച നടക്കുമ്പോൾ മാധ്യമപ്രവർത്തകരെ ആട്ടി പുറത്താക്കിയല്ലോ അല്ലേ? അതിനകത്ത് പോയി ഒന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ പോയപ്പോൾ ആട്ടി പുറത്താക്കിയല്ലോ. എന്നിട്ട് ശ്രീ എമ്മിന് ഭൂമി കൊടുത്തല്ലോ. ഇത്തരം കാര്യങ്ങൾ കിടക്കുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു അക്ഷരം മിണ്ടാത്ത എന്താ? ഇതൊക്കെ മിണ്ടാത്ത എന്താ? വർത്തമാനകാലത്തിലേക്ക് വരാം. വർത്തമാനകാലത്തിലേക്ക് വാ. രാഹുൽ ഗാന്ധി ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ കേസ് കൊണ്ട് സുനിൽ ഒരു തരത്തിലും ഖണ്ഡിക്കാൻ പറ്റില്ല. രാജ്യത്തുടനീളം കേസുകൾ കൊടുത്ത് രാഹുൽ ഗാന്ധി രാജ്യത്തുടനീളം കേസുകളുമായി ഓടി നടക്കുന്ന ഒരു നേതാവാണെന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല, കേരളത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ മുഴുവൻ ഈ പറയുന്നത് ഒരു മിനിറ്റ്, 2 സെക്കൻഡ് മുന്നേ അല്ല സ്മൃതിയുടെ 2 സെക്കൻഡ് മുന്നേ സ്മൃതിയുടെ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? ഈ രാഹുൽ ഗാന്ധി കസ്റ്റഡിയിലാണ്. ഞാൻ വരുന്നു. എനിക്ക് ഒരു സംശയം ചോദിച്ചോട്ടെ? ഞാനൊന്നും ചോദിച്ചോട്ടെ? ഒരു ചോദ്യം. സ്മൃതി ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ടോ? കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദിക്കെതിരെ പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത്? ഞാൻ പറഞ്ഞത് എന്റെ വാചകം AK ബാലന്റെ വാചകമാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നരേന്ദ്രമോദി എന്ന പേര് ഉച്ചരിച്ചിട്ടില്ല. നരേന്ദ്രമോദി എന്ന പേര് ഉച്ചരിച്ചുകൊണ്ട് ഒരു വിമർശനം ഉണ്ടായിട്ടില്ല. 2025 കേക്കൂ ഏറ്റവും ഒടുവിലത്തിൽ തുടങ്ങാം. 2025 ഓഗസ്റ്റ് മാസം 16-ാം തീയതി എന്താണ്
RSSുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റാമ്പ് ഇറക്കാനും കോയിൻ ഇറക്കാനും പ്രധാനമന്ത്രി ഒരു തീരുമാനം നടത്തിയപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ എന്ന് പറഞ്ഞ വാചകം എന്താണെന്നറിയാമോ? പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ RSSനെ പുകഴ്ത്തുക വഴി മഹാത്മാഗാന്ധിയുടെ വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട RSSന് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ പാരമ്പര്യം അടിയറ വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ ദിനത്തെ പ്രധാനമന്ത്രി അപമാനിച്ചു എന്നാണ് പറഞ്ഞത് പിണറായി വിജയൻ. ഇത് മോദിക്കെതിരെ അല്ലേ? നരേന്ദ്രമോദി എന്ന പേര് ഉച്ചരിച്ചിട്ടില്ല എന്ന് അങ്ങ് പറഞ്ഞ മനസ്സിലാവുന്നില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. വേറെ ഒന്നും കൂടുതൽ കൂട്ടാനും ഇല്ല, ചേർക്കാനും ഇല്ല. ഇവിടെ പറയുന്ന ഇവിടെ പറയുന്ന ആവർത്തിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദി എന്ന പേര് ഒരു പ്രസംഗം പ്രസംഗമാണ് പറയാൻ പോകുന്നത്. അതായത് 31 എണ്ണാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാൻ പോകുന്നു. ഈ താങ്കൾ പറഞ്ഞല്ലോ SIRമായി ബന്ധപ്പെട്ടുകൊണ്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ എവിടെയെങ്കിലും SIRന് എതിരായി പോപ്പുലേഷൻ രജിസ്റ്ററിന് എന്ത് കഷ്ടാണ് സ്മൃതി ഈ പറയുന്നത്? നിയമസഭ അംഗീകരിച്ച നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിയമസാധുത ഇല്ലെന്നോ? എന്താ കാര്യം ഒന്ന് പറഞ്ഞാൽ എന്താ അതിന് നിയമസാധുത ഇല്ലാതെ പോകുന്നത്? കേരളത്തിന്റെ ഒരു ഐഡന്റിറ്റി രേഖയായി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിയമസാധുത ഇല്ലെന്ന് സ്മൃതി ഏത് അർത്ഥത്തിലാണ്? കേരളത്തിലുള്ള ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. കേരളത്തിലെ രേഖയാണ്. കേരളത്തിലെ താമസക്കാരനാണെന്നുള്ള രേഖയാണ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ രജിസ്റ്ററുമായിട്ട് ഇവിടെ വരുമ്പോ പോപ്പുലേഷൻ രജിസ്റ്ററിന് ബദലായിട്ട് പോപ്പുലേഷൻ രജിസ്റ്റർ കൊണ്ടുവരുന്നതിന് ബദലായിട്ട്, അതാണ് പോപ്പുലേഷൻ രജിസ്റ്റർ കൊണ്ടുവരുന്നതിന് മുൻപ് ഇതാ ഈ രേഖ ഇവിടെ താമസിക്കുന്ന ആളാണ്. ഒരാളെയും കേരളത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല. അതാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. കോൺഗ്രസ് ഒരിക്കലും എത്ര സംസ്ഥാനത്ത് കൊണ്ടുവന്നു സ്മൃതി? ബദലായിട്ട് ഏത് നിയമമാണ് നടത്തിയ സ്മൃതി? വേണ്ട. പ്രധാനമന്ത്രിക്കെതിരെ ഒരു നിമിഷം സ്മൃതി, നിങ്ങൾ കൊണ്ടുവരുന്നത് ഇടത് സർക്കാർ കൊണ്ടുവരുന്നത് കോൺഗ്രസ് സർക്കാരും വേണ്ട. ഇതിനേക്കാൾ മികച്ചത് കൊണ്ടുവന്നൊരെണ്ണം പറയൂ. ഇതിനേക്കാൾ മികച്ചത് കൊണ്ടുവന്നത് SIRമായി ബന്ധപ്പെട്ട് ശക്തമായി പ്രതികരിച്ചു എന്നല്ല, ബദൽ കൊണ്ടുവരിക എന്ന ഒരു കാര്യമില്ല. ഈ ബദലിന് എവിടെ വരെ സാധ്യത എന്നുള്ളത് കൂടി അങ്ങ് പരിശോധിക്കൂ കേട്ടോ. ഞാൻ ശ്രീ ആന്റോയിലേക്ക് പോയിട്ടേ ഇല്ല. അങ്ങക്ക് ഇഷ്ടം പോലെ ചോദ്യം ഉണ്ടാവും. അങ്ങയുടെ ചോദ്യങ്ങൾ ലിസ്റ്റ് ആണെന്ന് അറിയാം. അങ്ങ് ഒരു 30 അവിടെ ഇരിക്കും പ്ലീസ്. ശ്രീ ആന്റോ, അല്ല ജനാധിപത്യ മര്യാദ എല്ലാവർക്കും അല്ല ജനാധിപത്യ മര്യാദ. എനിക്ക് പ്രസംഗം കേൾക്കണ്ട ശ്രീ. എന്ത് പ്രസംഗം? അല്ലല്ല, മോദി എന്ന പ്രസംഗം അപ്പോഴേക്കും അത് വന്നു. Meet the editors.